ഹലോ, ഞാൻ ഇന്ന് പോകുന്നത് എങ്ങോട്ടാണെന്നോ? കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലോട്ടാണ് ഈ പോകുന്നത് കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ അടുത്ത് തന്നെയുള്ളൊരു ശിവനമ്പലമുണ്ട്. ആ ശിവനമ്പലത്തിൽ വന്ന് തൊഴുതിട്ട് ഏതമ്പലത്തിലായാലും പോകത്തുള്ളൂ. അങ്ങനെ പോയി ശിവനമ്പലത്തിൽ പോയി തൊഴുത് തിരിച്ച് വന്ന് പിന്നെ ഞങ്ങൾ ഗണപതി അമ്പലത്തിലോട്ട് പോയി. അച്ഛനും അമ്മയും കൂടെ ഗണപതിയും ഇരിക്കുന്ന അമ്പലമാണ് കൊട്ടാരക്കര ഗണപതി അമ്പലം. കൂടാതെ അയ്യപ്പനും മുരുകനും എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. സാക്ഷാൽ പെരുന്തച്ഛനായിരുന്നു അമ്പലത്തിൻ്റെ ചുമതല. ഓരോ ദിവസം പണി തുടങ്ങുമ്പോൾ മുറ്റത്ത് കിടക്കുന്ന പ്ലാവിൻ തടിയിൽ ഒരു ഗണപതി കൊത്തും തച്ചൻ. അമ്പലത്തിൻ്റെ പണി കഴിഞ്ഞപ്പോഴോ പ്ലാവിൻ തടിയിൽ മനോഹരമായൊരു കുഞ്ഞു ഗണപതി. ആ അമ്പലത്തിൽ ഗണപതി വേണമെന്ന് തച്ചന് ഭയങ്കര ആഗ്രഹം. അമ്പലവാഹികൾ സമ്മതിച്ചില്ല. അങ്ങനെ തച്ചൻ ഉണ്ണിഗണപതിയെയും കൊണ്ട് കിഴക്കേക്കര അമ്പലത്തിൽ വന്നു. അവിടെ തെക്കോട്ട് ഉണ്ണിഗണപതിയെ വെച്ച് പ്രതിഷ്ഠ നടത്തി. അച്ഛനേക്കാളും വലിയ ആളാകുമെന്ന് അദ്ദേഹത്തിൻ്റെ വിശ്വാസം തെറ്റിയില്ല. പൂജാരി ഉണ്ണിഗണപതിക്ക് നിവേദ്യമായി എന്തൊക്കെയോ കൊടുത്ത് മതി വരാത്ത ഉണ്ണിഗണപതിക്ക് തിരുമേനി ഉണ്ണിയപ്പം നൽകി. അത് പിന്നീട് ഭയങ്കര പ്രശസ്തമായി. പിന്നീട് ഇവിടുത്തെ പ്രധാന വഴിപാടാണ് തേങ്ങ ഉടയ്ക്കൽ. നമ്മൾ എന്ത് ആഗ്രഹങ്ങൾ ചോദിച്ചാലും നമ്മൾ തേങ്ങ ഉടച്ചു കഴിഞ്ഞാൽ നടക്കുമെന്നാണ് അവിടുത്തെ ഒരു വിശ്വാസം. ഞാനാണെങ്കിൽ എന്ന് ഗണപതിയെ കാണാൻ പോയാലും 3 തേങ്ങ 5 തേങ്ങ, അത് നമ്മുടെ ഇഷ്ടമാണ് തേങ്ങ ഉടയ്ക്കുന്നത്. ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് തേങ്ങ ഉടയ്ക്കുന്നത്. അതുപോലെ തന്നെ ഉണ്ണിയപ്പോൾ ഞാൻ അവിടെ നിന്ന് വാങ്ങിക്കും. പിന്നെ നിത്യേന 5 പൂജകളും 3 ശീവേലികളുമുള്ള വലിയ അമ്പലമാണ് ഗണപതി അമ്പലം. 4 മണിക്ക് നാദസ്വരം തവില് തുടങ്ങിയ ശംഖ് വിളിയോടാണ് ഭഗവാൻ ഉണരുന്നത് കേട്ടോ. പിന്നെ അതിലും മനോഹരമാണ് അമ്പലത്തിൻ്റെ വെളിഭാഗം. എന്ത് രസമാണെന്നോ, എന്തൊരു ഭംഗിയാണെന്നോ അവിടെയൊക്കെ കാണാൻ. പിന്നെ ഗണപതിയെ കാണാനും ആത്മീയ അന്തരീക്ഷം അനുഭവിക്കാനും അനുഗ്രഹം തേടാനും ഏത് മതത്തിൽപ്പെട്ടവരായാലും ഇവിടെ വരാൻ പറ്റും കേട്ടോ. പിന്നെ ഞാൻ മീൻകുളത്തിലൊക്കെ ചെന്ന് കുഞ്ഞു മീനുകളെയൊക്കെ കണ്ട് നല്ല ഭംഗിയാണ്. അവിടെ നമ്മൾ ഒരുപാട് നേരം നമുക്ക് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിനൊക്കെ ഒരുപാട് സന്തോഷം കിട്ടും. അങ്ങനെ പിന്നെ ഞാൻ മീൻകുളമൊക്കെ കണ്ട് മോക്കൊരു ലേസും ഒരു ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു.